സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരാൾ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പാപമെന്ന്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് വലിയ കുറ്റം തന്നെയാണ്, വലിയ പാപം തന്നെയാണ്. എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പാപങ്ങളെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ഞാനൊരു പാപം ചെയ്യുമ്പോൾ, ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഞാൻ നന്മയെന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മറ്റൊരുവന് അത് പാപഹേതുവാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉതപ്പിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാനായിട്ടാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. അതിന് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പാപത്തിനേക്കാളും ഒരു പടി കൂടി കൂടുതലായിട്ട് ആ പാപത്തിന് വില നൽകേണ്ടതായിട്ട് വരുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ലാഘവത്തോടെ ഞാൻ അത് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അത്ര വലിയ പ്രാധാന്യം, അത് കുഴപ്പമില്ല, അത് പോട്ടെ എന്ന് പറയും. ഇതൊക്കെ ആരാ കാണുന്നേ, ആരും കാണാനോ ആരും അറിയാൻ പോകുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടും. അങ്ങനെ ചെയ്ത് അവസാനം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോഴത് ന്യായമായിട്ട് അല്ലെങ്കിൽ അത് സാധാരണയായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഈ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് നടക്കുന്നത്. അത് തന്നെയാണ്. ചില പാപങ്ങളൊന്നും അത്ര വലിയ പാപമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കപ്പെടുകയാണ്. നോർമലൈസിങ് ദ അബ്നോർമാലിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയും. ചില പുസ്തകത്തിലൊക്കെ ഇങ്ങനെ എഴുതപ്പെടുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾ അത് സാധാരണ രീതിയിൽ അത് വളരെ സ്വാഭാവികമായിട്ട് കണക്കാക്കപ്പെടുന്ന ചില അവസ്ഥകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹത്തിന് മുമ്പുള്ള ചില ബന്ധങ്ങൾ അത് സ്വാഭാവികം, അതൊക്കെ വളരെ സാധാരണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ചില മാതാപിതാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൗൺസിലിംഗ് വന്നപ്പോൾ ഒരമ്മ തൻ്റെ മകനെയും കൊണ്ടുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അച്ഛാ, ഇവൻ എന്ത് ചെയ്ത് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. കല്യാണം ഇവൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇവൻ വളരെ നിഷ്കളങ്കമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ വിവാഹത്തിന് ശേഷമേ അവളായിട്ടുള്ള സമ്പർക്കമുണ്ടാവുള്ളൂ, അവളെ സംസാരിക്കുള്ളൂ, അവളായിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ പറയുമ്പോൾ അമ്മ പറയുകയാണ്, നീ എന്തിനാ അങ്ങനെയൊക്കെ കരുതുന്നേ? കല്യാണത്തിന് മുമ്പ് അവളോട് സംസാരിക്കുക, അവളോട് ഫോൺ ചെയ്യ്, അവളെ പോയി കാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ നിർബന്ധിക്കുകയാണ്. അതായത് വിവാഹത്തിന് മുമ്പുള്ള ഏതൊരു ബന്ധവും തിരുസഭ അത് തെറ്റാണെന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നമ്മൾ ഈ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളുടെയൊക്കെ ഒരു സ്വാധീനത്തിൽ നമ്മൾ പറയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ മറ്റുള്ളവരെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. നോർമലൈസിങ് ദ അബ്നോർമാലിറ്റീസ് ആണ് നമ്മൾ പറയുക. തെറ്റായ കാര്യങ്ങൾ നമ്മൾ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. രണ്ടാം ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സ്വാഭാവികമായിട്ട് അതൊന്നും വലിയ തെറ്റല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭചിത്രവും അബോർഷനൊക്കെ നടത്തുന്ന ചെറിയൊരു കാലഘട്ടമാണ്. 2-3 ആഴ്ചയായ കുഞ്ഞിനെ കളയാനായിട്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ ചുറ്റുമുള്ള പൊതുസമൂഹം പറയുമ്പോൾ അവർ പറയുന്ന ഇപ്രകാരമാണ്, അതിന് ജീവനില്ല, അത് മനുഷ്യനല്ല, അതിനൊരു വ്യക്തിത്വമില്ലാത്ത ഒരു സംഭവമാണ്, അതുകൊണ്ട് അതിനങ്ങ് കളയുന്നത് കൊണ്ടൊന്നും അത്ര വലിയ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുസഭ നമ്മുടെ കൊല്ലരുത് എന്നുള്ള ആ വലിയൊരു കൽപ്പനയ്ക്ക് നമ്മൾ എതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിലൊക്കെ വരുത്തി തീർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മറ്റുള്ളവരെ നമ്മൾ ദുഷ്പ്രേരണയ്ക്ക്, തെറ്റിലേക്ക് നമ്മൾ നയിക്കുന്നവരാണ് എന്നുള്ള വലിയൊരു വസ്തുത. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, നിൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അതുമൂലം മറ്റുള്ളവർക്ക് പാപം ചെയ്യാനായിട്ട് പ്രേരണയാകുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ തള്ളി താഴ്ത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അത്രമാത്രം ഭീകരമേറിയ ഒരു തിന്മയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് എൻ്റെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് ഒരു ഉതപ്പിന് കാരണമാകുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഒരു പാപത്തിലേക്ക് വരാനായിട്ട്, പാപത്തിലേക്ക് നടന്നെടുക്കാനായിട്ടുള്ള ഒരു കാരണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ കൂടിയാണ്. എൻ്റെ പാപത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അതിനെയാണ് ഞാൻ വിലയിരുത്തേണ്ടത്, അതിനെയാണ് ഞാൻ തിരുത്തേണ്ടത്, അതിനാണ് ഞാൻ നന്മയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് സുവിശേഷകൻ ആദ്യമായിട്ട് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പാപം നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോഴും ഈ ഒരു ചിന്ത, ഈ ഒരു വചനം നമ്മൾ ആഴമായിട്ട് ചിന്തിക്കണം. എൻ്റെ കൈകളോ അല്ലെങ്കിൽ എൻ്റെ കണ്ണുകളോ മറ്റുള്ളവർക്ക് പാപം ചെയ്യാനായിട്ട് പ്രേരണയാകുന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രേരണയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്ത് മാറ്റപ്പെടുക തന്നെ ചെയ്യണം. അതായത് വില കൊടുക്കാനായിട്ട്, തിന്മയ്ക്കെതിരെ ഞാൻ നിലനിൽക്കുമ്പോഴുണ്ടെങ്കിൽ അതിന് വില കൊടുക്കാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുക. അതിൻ്റെ സാഹചര്യങ്ങൾ, പാപത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിപ്പോഴായിരിക്കുന്നത് വടക്കാഞ്ചേരി ആശ്രമത്തിലാണ്. അവിടെ ഞങ്ങൾക്ക് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്, ഡി അഡിക്ഷൻസിൻ്റെ റീഹാബിലിറ്റേഷൻ. അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ വിടുതൽ ലഭിക്കാനായിട്ട് ഒക്കെ വരുന്ന ഒത്തിരി മനുഷ്യർ അവിടെ ഉണ്ടാകുമ്പോൾ അവരായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കും. ചിലരൊക്കെ ഒരു 2-3 ദിവസം അവിടെ അടുപ്പിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടാണ്, പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, വെച്ചാൽ ഞാനിനി പുറത്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലും മദ്യപിക്കില്ല, ഞാൻ പുറത്തു പോയി ഒരിക്കലും ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കില്ല. കാരണം ഞാനല്ല വിചാരിക്കേണ്ടത്, എനിക്ക് ഉറപ്പുണ്ട് ഞാനതൊരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും. ഞാനപ്പോൾ അവരോട് പറയുന്നൊരു കാര്യം, അമിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആത്മവിശ്വാസവും നിങ്ങൾക്ക് വേണ്ട. ഒരു തരത്തിലുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണ്ട. അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ പറ്റുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറന്നടിച്ച് പിന്നെയും ആ പാപ സാഹചര്യങ്ങളിലേക്ക് അങ്ങ് നമ്മൾ തലവെച്ച് കൊടുക്കുവാണ്. അതാണ് സുവിശേഷം പറയുന്നത്. ഒരുവൻ തൻ്റെ വീട് വൃത്തിയാക്കി ശുചിയാക്കി ഇരിക്കുന്നത് കാണുമ്പോൾ പുറത്തുള്ള ദുരാത്മാക്കൾ പറയുകയാണ്, അതെ അവൻ്റെ ഭവനം വൃത്തിയാക്കിയിരിക്കുന്നു, നമുക്ക് 5-6 പേർക്ക് ഒരുമിച്ച് വന്നുകൊണ്ട് അവൻ്റെ ഭവനം നമുക്ക് കീഴടക്കാമെന്ന്. അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ ചിലർ വിചാരിക്കും, ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല, ഒരു തരത്തിൽ ഇനി ഉറപ്പാണ്, ധ്യാനം കൂടി ഒരാഴ്ച ധ്യാനം കൂടി എനിക്ക് അഭിഷേകം കിട്ടി, ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരിക്കലും ഞാൻ പാപത്തിൽ വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാപ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ധ്യാന ചിന്തയാണ്, അല്ലെങ്കിൽ വചനഭാഗമാണ്, നിൻ്റെ കൈ അല്ലെങ്കിൽ കാല് പാപഹേതുവാകുന്നുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപഹേതുവാകുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നിർത്തണം, മാറി നിൽക്കണം എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുക. ഇങ്ങനെ എൻ്റെ സെൻറ്ററിൽ ഒരു പയ്യനെ ഞങ്ങളെ അവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ കമ്മ്യൂണിറ്റി തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്നാണ്. അത് ഇവരുടെ കൂടെ ഞങ്ങളിങ്ങനെ നടങ്ങും. ഇവരുടെ കൂടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കും, ഇവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കും, ഇവരോടൊപ്പം ജോലി ചെയ്യും, ഇവരോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇവരോടൊപ്പം ആയിരുന്നുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു റീഹാബിലിറ്റേഷൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി. അങ്ങനെ ഞാൻ അവിടുത്തെ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു പയ്യനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവനിങ്ങനെ മദ്യമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് അതിൽ നിന്ന് മാറണമെന്ന ആഗ്രഹത്തോടുകൂടെ അവിടെ ഞങ്ങളുടെ സെൻറ്ററിൽ വന്നപ്പോൾ ഒരു 2-3 മാസം അവനവിടെ നിന്നു. അപ്പോൾ അവൻ ഒരിക്കലും മദ്യപിക്കില്ല എന്നുള്ള വളരെ ഒരു ആത്മവിശ്വാസം, ഭയങ്കര ഓവർ കോൺഫിഡൻസ് അവനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച്, അപ്പോൾ ഞാൻ വെറുതെ അവനോട് ഇങ്ങനെ പറഞ്ഞേ, ഒരു പെഗ് കടിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചുള്ളൂ. അത് അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ തീക്ഷ്ണമായ ആഗ്രഹത്തെ ഉണർത്തി. എന്നിട്ട് അവൻ അവസാനം വന്ന് പറയാ, അടക്കാൻ പറ്റാത്ത ആയി, അവന് മദ്യപിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശം അവൻ്റെ ഉള്ളിൽ ജനിക്കുകയും അങ്ങനെ അവൻ സങ്കീർത്തി കയറി ചെന്ന് ഒരു കുപ്പി വൈൻ എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ പറയാം ഇത്രയേ ഉള്ളൂ. അതായത് ഞാനൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ പാപം ചെയ്യാനായിട്ടുള്ള ഒരു വാസന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കിടപ്പുണ്ട്.
അതാണ് സോഷ്യൽ ഓർമ്മിക്കുന്നത്. നമ്മൾ ഏതൊക്കെ തിന്മയ്ക്കാണ് അടിമയായിരിക്കുന്നത്. മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം, മൊബൈൽ ഒത്തിരി അധികം ഉപയോഗിക്കുന്ന ഒരു ശീലമായിരിക്കാം, അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള മദ്യത്തിനായിരിക്കാം, മയക്കും, അങ്ങനെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ പണത്തിനോടുള്ള അമിതമായിട്ടുള്ള ആവേശമായിരിക്കാം. സോ നമ്മളൊരു അങ്ങനെയുള്ള ഒരു തിന്മ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ചഞ്ചലിപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളത് തിരിച്ചറിയണം തീർച്ചയായിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഈശോ നമ്മൾ പറയുക, നിനക്ക് നിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി മാറ്റുക, അത് ചുഴിഞ്ഞെടുത്ത് കളയുക എന്ന്. നീ ചിലരായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, ചില വസ്തുക്കളായിരിക്കാം, ചില ആളുകളായിരിക്കാം, നമ്മളായിരിക്കുന്ന ചില ചുറ്റുപാടുകളായിരിക്കാം, എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വില കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരാൾ ഒരു ശില്പം കൊത്തിയെടുക്കുകയാണ്. ആ ശില്പം കൊത്തിയെടുക്കുമ്പോൾ ഒരു കല്ലിൽ അയാൾ ശില്പം കൊത്തിയെടുക്കുമ്പോൾ ആ ഗ്രാമത്തിലുണ്ടായ ഒരു ഗ്രാമവാസി അയാളോട് ചോദിച്ചു, ഇതെന്തിയാ നീ ചെയ്യുന്നത്? നീ ഈ ശില്പം ഇങ്ങനെ കൊത്തിക്കൊണ്ട് അതിങ്ങനെ വെറുതെ ഇതിങ്ങനെ എന്താ പറയുക, ചീളുകൾ ഇങ്ങനെ അടിച്ചിങ്ങനെ കളയുവാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ ശില്പി പറയുകയാണ്, ഈ ശില്പത്തിന് ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്തതായിട്ടുണ്ട്, അതെല്ലാം ഞാനിങ്ങനെ ചീന്തിക്കളയുമ്പോൾ എനിക്കിത് മനോഹരമായിട്ടുള്ള ശില്പം ലഭിക്കും എന്ന് ഇയാളോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ സൃഷ്ടിയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളിലേക്ക് കടന്നു വന്ന ചില പാപ സാഹചര്യങ്ങളിൽ ചില പാപാവസ്ഥകളുണ്ട്. അത് പൂർണ്ണമായിട്ട് ഇത്തരത്തിൽ ചീന്തിക്കളയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയുള്ള ദൈവമക്കളായിട്ട് നമ്മൾ മാറുക. ആ ചീന്തിക്കളയുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വേദനകളുണ്ടായിരിക്കും, ചില സഹനങ്ങളുണ്ടായിരിക്കും. പക്ഷേ അത് ചിന്തിക്കളയപ്പെടുമ്പോൾ ഞാനും നിങ്ങൾക്കൊക്കെ ദൈവപുത്രൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സോഷ്യൽ അവസാനം പറയുന്നത്, ഉപ്പ് നല്ലതാണ്, അതിൻ്റെ ഉറകെട്ടു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന്. നമ്മളൊക്കെ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിൻ്റെ അനുയായികൾ, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഒരു ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ ഒരിക്കലും മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കാനായിട്ട് ഇടയാകരുത്. നമ്മുടെ ഉള്ളിലുള്ള തിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട്, അത് പൂർണ്ണമായിട്ട് മാറി നിൽക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള നല്ല ഭംഗിയുള്ള ശില്പമായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. ദൈവമക്കളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. സമാധാനം ഈ ലോകത്തിൽ നമുക്ക് പുലർത്താനായിട്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേൻ.